الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق اعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون. إن الله لا يهدي من هو كاذب كفار. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه وهو الله الواحد القهار. خلق السماوات والأرض بالحق يكبر الليل على النهار ويكبر النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى وهو العزيز الغفار. صدق الله العظيم. صدق وبلغ رسول النبي الكريم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പുതിയ ഒരു സൂറത്ത് ആരംഭിക്കുകയാണ്. സുമർ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സുമർ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി എന്നാണ്. നരകത്തെ പറ്റി പരാമർശിച്ചിടത്താണ് സുമർ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ തന്നെ 71-ാമത്തെ ആയത്താണ് സുമർ എന്നത്. അപ്പൊ 71-ാമത്തെ ആയത്ത് പറയുമ്പോൾ അത് പറയാം. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. ആ സൂറത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് പറയുമ്പോൾ നമുക്കവിടെ വെച്ച് പറയാം. ഈ സൂറത്ത് മക്കിയാണ്. കുറേ സൂറത്തുകളായി ഇങ്ങനെ മക്കിയെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തും ഇതിനോടനുബന്ധമായ സൂറത്തുകളും ഗൗരവപൂർവ്വം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചില ആയത്തുകളും സൂറത്തുകളും ഒക്കെ തന്നെ ഗൗരവപൂർവ്വം ഇത് വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സൂറത്തിന് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഇവയാണ് പ്രതിപാദിക്കുന്നത്. ചിലയിടത്ത് തൗഹീദ് ആദ്യം പറയും, പിന്നെ റിസാലത്ത് പറയും, പിന്നെ ആഖിറത്ത് പറയും. അതൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഗൗരവപൂർവ്വം നടപ്പിൽ വരുത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൻസീലുൽ കിതാബ്, ഈ കിതാബ് അള്ളാഹു ഇറക്കിയതാണ്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കുന്ന കിതാബ് എന്ന് പറഞ്ഞാൽ സുമർ എന്ന ആയത്ത് സൂറത്ത്. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അൽ അസീസി, അജയ്യനായ, അൽ ഹക്കീം, യുക്തിജ്ഞനും അജയ്യനുമായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഈ ആയത്തുകളെല്ലാം. ഈ ആയത്തുകൾ നമ്മളെല്ലായ്പ്പോഴും ഇങ്ങനെ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഈ സൂറത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ
അത് അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ്. അസീസ് തന്നെ അജയ്യൻ എന്നാണ്, ശക്തനാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ അഭിജ്ഞനുമാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ, ഇന്നാ അൻസൽനാ തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നു, ഇലൈക്ക താങ്കൾക്ക്, അൽ കിതാബ ഈ ഗ്രന്ഥം അവൻ ഇറക്കിയിരിക്കുന്നു. ബിൽ ഹക്ക് സത്യാസത്യത്തോടുകൂടി, ഹക്ക് യാഥാർത്ഥ്യത്തോടുകൂടി. ഫഅ്ബുദില്ല, അതുകൊണ്ട് നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ഫഅ്ബുദില്ല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണ് അവതരിപ്പിച്ചത് നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ഇടയ്ക്കിടെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഫഅ്ബുദില്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. അതിനാണ് അള്ളാഹു തആല ഈ പ്രവാചകന്മാരെ എല്ലാം ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബിയും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഫഅ്ബുദില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. മുഖ്ലിസൻ ലഹുദ്ദീൻ, മുഖ്ലിസൻ നിഷ്കളങ്കനായി, ലഹു അള്ളാഹുവിന് തന്നെ അദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ വിധേയത്വമുള്ള, അനുസരണമുള്ള. അപ്പോ ഫഅ്ബുദില്ലാഹ, അള്ളാഹുവിന് നീ ഇബാദത്ത് ചെയ്യുക. മുഖ്ലിസൻ ലഹുദ്ദീൻ, നിഷ്കളങ്കനായ, അള്ളാഹുവിന് മാത്രം വിധേയത്വം പുലർത്തുന്ന നിഷ്കളങ്കനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. മുഖ്ലിസൻ ലഹുദ്ദീൻ, അനുസരണം പൂർണ്ണമായും അള്ളാഹുവിനാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി നബിയോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ സാധാരണ പ്രശസ്തിക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യാറുണ്ട്, പ്രശസ്തിയാണ് ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യും. അത് ഞങ്ങൾ അതിനു വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഞങ്ങൾ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യാറുള്ള ആ പുണ്യകർമ്മങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചാലോ? അപ്പോ നബി പറഞ്ഞു, ഇല്ല, പ്രശംസയ്ക്ക് വേണ്ടി, പ്രശംസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രത്യേകിച്ച് കൊള്ളുന്നുണ്ടാവില്ല. നബി വ്യക്തമായി പറഞ്ഞു, ഇന്നല്ലാഹ തആല ലാ യഖ്ബലു ഇല്ലാ മൻ അഖ്ലസ ദീനഹു, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഖ്ബലു അവൻ സ്വീകരിക്കുകയില്ല ഇല്ലാ മൻ അഖ്ലസ ദീനഹു അവന് മാത്രമായി ചെയ്യുന്ന നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ ഒഴിച്ച്. അത് അവന് മാത്രമുള്ളതാണ്. ലാ യഖ്ബലു ഇല്ലാ മൻ അഖ്ലസ ദീനഹു, ലാ യഖ്ബലു അല്ലാഹു സ്വീകരിക്കുകയില്ല ഇല്ലാമൻ അഖ്ലസ ദീനഹു തന്റെ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ ഒഴിച്ച് അത് മാത്രം അള്ളാഹുവിനാണ്, പൂർണ്ണമായി നിഷ്കളങ്കമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. ഈ ആയത്തുകൾ ഇറങ്ങിയ കാലത്ത് തന്നെയാണ് അത് ആ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. വാന്നൽ മസാജിദില്ല, വാന്നൽ മസാജിദ, പള്ളികളെല്ലാം ഇല്ലാഹി അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഈ ആയത്ത് ഇറങ്ങുന്ന കാലത്ത് പള്ളിയൊന്നും മുസ്ലിംക്ക് കൈവശമില്ല. അന്ന് ലോകത്തെ ഏക ഭവനമുള്ളത് മസ്ജിദുൽ ഹറാമാണ്. അത് മുസ്ലിംകളുടെ കൈവശമാണ്. അതിന് വിഗ്രഹങ്ങളെയാണ് അവർ പ്രതിഷ്ഠിച്ച് പൂജിക്കാറുള്ളത്. അവരെയാണ് നബി പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയായി നബി കാണുന്നു. അപ്പൊ പറയാതെ അന്നൽ മസാജിദില്ല, പള്ളികളെല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നു. ഫലാതദൂ, നിങ്ങൾ പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി അള്ളാഹുവിനോട് കൂടെ, അഹദൻ ആരെയും പ്രാർത്ഥിക്കരുത്. സൂറത്ത് ജിന്നിലെ 18-ാമത്തെ ആയത്താണ് ഇവിടെ പറഞ്ഞത്. ഫലാതദൂ, നിങ്ങൾ പ്രാർത്ഥിക്കരുത്,
മഅല്ലാഹി അള്ളാഹുവിനോടുകൂടെ അഹദൻ ആരെയും പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പൊ കാരണം വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊന്നും അവനല്ലാതെ ആരും ചെയ്യാൻ പാടില്ല. അലാലില്ലാഹിൽ ഖാലിസു, അറിയുക അള്ളാഹുവിനുള്ളതാകുന്ന അദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ അനുസരണം അള്ളാഹുവിനുള്ളതാകുന്നു. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മിൻ ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ ചെയ്യുന്നത് ഔലിയ, കാര്യകർത്താക്കൾക്ക് വേണ്ടിയാകുന്നു. ഔലിയ എന്ന് പറഞ്ഞാൽ കാര്യകർത്താവ്, ബന്ധു, സഹായി എന്നൊക്കെ അർത്ഥം. അങ്ങനെ അള്ളാഹുവിന് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. മാൻ അഅ്ബുദുഹും, നിങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, ഇല്ലാ ലിയുഖർരിബൂന, അവർ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ, ഇലല്ലാഹി അള്ളാഹുവിലേക്ക്, സുൽഫാ അടുപ്പിക്കാനും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ നമുക്ക് പറഞ്ഞതുപോലെ അള്ളാഹുവിന് വേണ്ടി അടുപ്പിക്കണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. എന്തിനടുപ്പിക്കണം? മുഹമ്മദ് നബിയെ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അടുപ്പിക്കുക. ലാ യുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, തീർച്ചയായും അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ച വിഷയത്തിലൊക്കെ അവൻ വിധി കൽപ്പിക്കും. ഭിന്നിച്ച വിഷയങ്ങളിലെല്ലാം വിധി കൽപ്പിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി, അവൻ അയക്കുകയില്ല. എങ്ങനെ അയക്കുകയില്ല? ഇല്ലാമൻ ഹുവ കാദിബൂൻ, കള്ളം പറയുന്നവനല്ലാതെ, ഇല്ലാമൻ ഹുവ കാദിബൂൻ, കളവ് പറയുന്നവനല്ലാതെ ആരെയും അയക്കുകയില്ല. കഫാറൻ, കൊടിയ നിഷേധിയും കള്ളം പറയുന്നവനുമല്ലാതെ ആരെയും അങ്ങനെയുള്ള ആളുകളൊന്നും നശിപ്പിക്കുകയില്ല. ഓരോ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ സന്തതിയെ അവൻ സ്വീകരിക്കുകയില്ല. യത്തഹിദാനെ സ്വീകരിക്കുക, വലുതന്നാണ് സന്തതിയെ സ്വീകരിക്കുകയില്ല. ഇല്ലസ്തഫ, അവൻ തന്നെ ആണ് സ്വീകരിക്കുക, ഇസ്തഫ തിരഞ്ഞെടുക്കുന്നത്. അവൻ തന്നെയാണ് മാത്രമാണ്. മിമ്മാ യഖ്ലുഖു, അവൻ സൃഷ്ടിക്കുന്നു. മിമ്മാ യശാ, അവൻ ഉദ്ദേശിച്ചവരെ അവൻ സൃഷ്ടിക്കുന്നു. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധൻ. ഹുവല്ലാഹു, അവൻ ഏകനായ അള്ളാഹുവാകുന്നു. അൽ വാഹിദ്, അവൻ ഏകനാകുന്നു. അൽ ഖഹാർ, അടക്കി ഭരിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അടക്കി ഭരിക്കുന്നവനാണ്. ഈ പറഞ്ഞ ആയത്തുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്ത് ഇറങ്ങിയ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് മക്കാ ജീവിതത്തിൽ ഇറങ്ങിയ വിഷയങ്ങളെല്ലാം അതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. നോക്കൂ, ഹൽഖസ്സമാവാത്തി, ആകാശങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. വല്ലർദി, ഭൂമിയെയും ബിൽ ഹഖ്, യഥാർത്ഥമായി, യഥാർത്ഥ വസ്തുത വ്യവസ്ഥാപിതമായി അല്ലാഹു തആല ഭൂമിയെയും സൃഷ്ടിച്ചു, ആകാശങ്ങളെയും സൃഷ്ടിച്ചു, ഭൂമിയെയും സൃഷ്ടിച്ചു. ബിൽ ഹഖ്, യഥോചിതമായി ആളല്ല സൃഷ്ടിച്ചത്. യുകവ്വിറുൽ ലൈല അലന്നഹാരി, യുകവ്വിറുൽ ലൈല, അവൻ ചുറ്റുന്നു, അല്ലൈല, രാത്രിയെ ചുറ്റുന്നു. യുകവ്വിറുൽ ലൈല അലന്നഹാരി, പകലിനെയും, അപ്പൊ പകലിനെയും രാത്രിയെയും അവൻ ചുറ്റുന്നു. യുകവ്വിറുൻ നഹാറ അലല്ലൈലി, യുകവ്വിറുൽ നഹാറ, പകലിനെ ചുറ്റുന്നു, അലല്ലൈലി, രാത്രിയെയും ചുറ്റുന്നു. രാത്രിയെയും പകലിനെയും അവൻ ചുറ്റുന്നു. വസഖറ ശംസ, സൂര്യനെ അവൻ വിധേയമാക്കിയിരിക്കുന്നു. ഉൽഖമർ, ചന്ദ്രനെയും. കുല്ലും യജ്രി, എല്ലാം അത് ഒഴുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. യുകവ്വിറു എന്ന് പറഞ്ഞാൽ, യജ്രി എന്ന് പറഞ്ഞാൽ ചരിക്കുന്നു, ഒഴുകുന്നു, സഞ്ചാരം നടത്തുന്നുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പറഞ്ഞത്. യജ്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അജരി മുസമ്മ, നിശ്ചിതമായ അവധി വരെ. എന്താ കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നു. കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നു. അജരി മുസമ്മ, കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നു. അലാ വഹുവൽ അസീസുൽ ഹക്കീം, അറിയുക, അൽ അസീസ്, അവൻ അജയ്യനാണ്. അൽ ഗഫാർ, എല്ലാം പുറത്തു കൊടുക്കുന്നവരുമാകുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ
അവൻ എല്ലാം പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം തുടങ്ങണം. അവിടെ ഈ സൂറത്തില് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി അനുസരിക്കുക, അവന് വേണ്ടി അല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാ ചെയ്യുന്നതും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഒരു ഹദീസും പറഞ്ഞു, ഒരു ആയത്തും പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളും നിർദ്ദേശങ്ങളുമാണ്. അള്ളാഹു തആല ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.